ഹായ് ഗൈസ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് ഞങ്ങളിവിടെ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു കേട്ടോ. അപ്പം ഞാൻ ഇന്നൊരു ഫുഡ് പ്രിപ്പറേഷൻ വ്ളോഗ് രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് 3 നേരം അല്ലെങ്കിൽ ഞങ്ങൾ കഴിച്ച ഫുഡുകളൊക്കെ എന്താണെന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ജസ്റ്റ് പ്രിപ്പറേഷൻ മാത്രമായിട്ട് കേട്ടോ ഉള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം മോർണിംഗ് ഞാൻ വിചാരിച്ചു ഇന്നൊരു ബ്രെഡ് മുട്ടയിലിങ്ങനെ മുക്കി പൊരിച്ചെടുക്കത്തില്ല മധുരമുള്ള അതുണ്ടാക്കാമെന്ന്. എൻ്റെ അമ്മ സ്ഥിരം എനിക്ക് ബ്രെഡ് മേടിക്കുമ്പോൾ ഒരു നേരമെങ്കിലും ഇത് ഉണ്ടാക്കി തരാം. എനിക്ക് അത്ര ഇഷ്ടമുള്ള സംഭവം കേട്ടോ. പക്ഷേ മോർണിംഗിൽ അധികം ഷുഗർ കഴിക്കുന്നത് നല്ലതല്ലെന്നും കേട്ടിട്ടുണ്ട്. എന്നാലും ചില ദിവസമൊക്കെ ഞാനതൊക്കെ മറക്കും കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് ഗോതമ്പ് പൊടി എനിക്ക് വേണ്ടി മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒരു വലിയൊരു സ്പൂൺ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഗോതമ്പ് പൊടി ഇടാതെ കേട്ടോ എൻ്റെ അമ്മ ഉണ്ടാക്കുന്നത്. ഞാൻ ഗോതമ്പ് പൊടി ഇടുമ്പോൾ ഒരു കോട്ടിങ് ഉണ്ടാവും, അതിനുവേണ്ടി ഞാൻ ഗോതമ്പ് പൊടി ഇടുന്നത്. പിന്നെ ഞാൻ 2 മുട്ട ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനകത്തിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര. ഇത് എനിക്ക് എൻ്റെ ഒരു തോതിൽ വളരെ പഞ്ചസാര കുറവായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ അത്ര ആഡ് ചെയ്തുള്ളൂ. പിന്നെ കുറച്ച് വാനില എസൻസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് 2 ഏലക്കയുടെ ഒരു കുരു എടുത്തിട്ട് ഒന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ കുറച്ച് പാലും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടെ ബ്ലെൻഡ് ചെയ്ത് ഒരുപാട് ലൂസും അല്ല ഒരുപാട് കട്ടിയല്ലാത്ത ഇത് ഈ ഒരു രീതിയിൽ നമ്മൾ കലക്കി എടുത്തിട്ടുണ്ട്. എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി കിട്ടണം. എന്നിട്ട് നമ്മൾ പാനിലേക്ക് കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് എല്ലായിടത്തും ഒന്ന് ആക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ബ്രെഡ് എടുത്തിട്ട് 2 സൈഡും ഇങ്ങനെ മുക്കും. അങ്ങനെ 2 വട്ടമൊന്ന് തിരിച്ച് മറിച്ച് വിട്ടൊന്ന് മുക്കും 2 സൈഡ്. അപ്പോൾ എല്ലാ ഉള്ളിലേക്കും കുറച്ച് കയറും. എന്നിട്ട് എന്ത് ചെയ്യുക, നേരെ പാനിലേക്ക് ഇട്ടിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ തിരിച്ച് മറിച്ച് വിട്ടിട്ട് വേവിച്ചെടുക്കുക. ഉള്ളി വെന്തില്ലെന്ന് തോന്നുന്നത് നിങ്ങൾക്ക് അടച്ച് വെച്ചിട്ട് വേവിക്കുക കേട്ടോ. അപ്പോൾ ഇത് മുട്ടയൊന്നും കഴിക്കാത്തവർക്ക് വെറുതെ പാലിനകത്ത് കുറച്ച് പഞ്ചസാര, അപ്പോൾ പഞ്ചസാര ഇച്ചിരി കൂടുതൽ വേണം കേട്ടോ. വെറുതെ പാലിനകത്ത് പഞ്ചസാര മാത്രം ബീറ്റ് ചെയ്തിട്ട് അതിൽ ഈ ബ്രെഡ് മുക്കി പൊരിച്ചെടുത്താലും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. മുട്ടയൊന്നും കഴിക്കാത്തവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാൻ അങ്ങനെയും ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായിട്ട്. അപ്പോൾ ഞാൻ ഇതാട്ടോ കഴിച്ചൊരു 3 എണ്ണം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റ്. ഇങ്ങനെ എല്ലാവരും ചെയ്തിട്ടുണ്ടാക്കും. പണ്ടേ എൻ്റെ അമ്മ ഉണ്ടാക്കി തരുന്ന സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ രാവിലെ നമ്മളൊരു 8 മണിയായപ്പോഴത്തേക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഒരു 11 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് വാട്ടർമെലൺ കഴിച്ചു. എനിക്ക് അത്ര ഇഷ്ടമല്ല വാട്ടർമെലൺ, പക്ഷേ ഇവിടെ ഭയങ്കര ചൂടാണ്, എൻ്റെ ശരീരത്തിൽ ഭയങ്കര ചൂടാണ്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ ഞാൻ വാട്ടർമെലൺ ഇപ്പോൾ കഴിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മളതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഉച്ചക്കത്തേക്ക് കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്ന് ഏട്ടനുള്ള ദിവസമാണ്. അപ്പം നമുക്ക് ഉച്ചക്കത്തേക്ക് കുക്ക് ചെയ്യണം. ഏട്ടനിപ്പം ഡ്യൂട്ടിക്ക് പോവുകയാണെങ്കിൽ നമ്മൾ തലേദിവസമൊക്കെ വെച്ച് വെക്കുമല്ലോ. പിന്നെ ഏട്ടൻ വീട്ടിലുള്ളതുകൊണ്ട് അപ്പോൾ അന്ന് തന്നെ വെക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്തൊരു സാധനമായിരുന്നു പാവയ്ക്ക. അങ്ങനെ ഒരു ദിവസം ഞാൻ വെറുതെ ഏട്ടനോട് ചോദിച്ചു പാവയ്ക്ക മേടിക്കട്ടെ എന്ന്. ഏട്ടൻ വേണ്ടാന്ന് പറഞ്ഞു. അവൻ ഒന്ന് മേടിച്ച് നോക്കാം, എനിക്കും ഇഷ്ടമല്ല പാവയ്ക്ക. അങ്ങനെ ഞാൻ ഈ രീതിയിൽ വെറുതെ ഉണ്ടാക്കി നോക്കിയതാണ്. ഇത് നിങ്ങൾ വെക്കി തോരനല്ലേന്ന്. പക്ഷേ തോരൻ ഇങ്ങനെയല്ല കേട്ടോ വെക്കുന്നത്. ഞാൻ ഇപ്പോൾ കാണിക്കാൻ പോകുന്ന രീതിയിലല്ല തോരൻ വെക്കുന്നത്. അത് ഞാൻ പിന്നീട് ഒരിക്കൽ വീഡിയോ ആണെങ്കിൽ ഞാൻ ഇത് മെഴുക്കുവരട്ടി തന്നെയാണ് കേട്ടോ വെക്കുന്നത്. അപ്പം ഞാൻ കനം കുറച്ച് പാവയ്ക്കയും അതുപോലെ തന്നെ സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, പാവയ്ക്ക, പച്ചമുളക്, ഉപ്പ് ഒരു പൊടിക്ക് കൂടുതൽ നിന്നോട്ടെ കേട്ടോ. പിന്നീട് വേണ്ടി ഒരു പാവയ്ക്കൊക്കെ ഉപ്പ് എപ്പോഴും നല്ലതായിരിക്കും. എന്നിട്ട് ആവശ്യത്തിന് ഓയിലും കൂടെ ആഡ് ചെയ്തിട്ട് ഇളക്കിയിട്ട് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ട് വേവിക്കുക. ഓക്കെ, ഒരു പകുതി വേവായി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അതിനകത്തിലേക്ക് എന്ത് ആഡ് ചെയ്യും, അരിഞ്ഞു വെച്ച നമ്മൾ സവാള ഉണ്ടല്ലോ അത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഒരു പാവയ്ക്കൊക്കെ ഞാൻ ഒരു സവാള ആഡ് ചെയ്യും. എൻ്റെ അമ്മയൊന്നും സവാളയെ ആഡ് ചെയ്യത്തില്ല, പക്ഷേ ഒരു പാവയ്ക്കൊക്കെ ഒരു സവാള എന്ന കണക്ക് ഞാൻ ആഡ് ചെയ്യും. കാരണം എനിക്ക് കയ്പ്പ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ളൂ, കയ്പ്പ് കുറഞ്ഞ് കിട്ടാനാണ് കേട്ടോ. ഈ സമയത്ത് നമുക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. എന്നിട്ട് ഇത് ഇളക്കി വീണ്ടും അടച്ചു വെക്കാം. ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് ഒരു വട്ടം ഞാൻ ഉണ്ടാക്കിയപ്പോൾ എനിക്ക് ഭയങ്കര കയ്പ്പ് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കയ്പ്പ് ഉണ്ട്, ചെറിയ കയ്പ്പുണ്ട്, പക്ഷേ അതിന് പ്രത്യേക രുചിയുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് 90% വേവിച്ചെടുത്തതിന് ശേഷം അതിനകത്തിലേക്ക് ഞാൻ തേങ്ങ ആഡ് ചെയ്യും. ഇതുകൊണ്ടാണ് നിങ്ങൾ വിചാരിക്കും ഈ തേങ്ങയൊക്കെ ആഡ് ചെയ്യുമ്പോൾ സാധാരണ നമ്മൾ തോരനല്ലേ തേങ്ങ ആഡ് ചെയ്യുന്നത്. പക്ഷേ ഈ മെഴുക്കുവരട്ടിക്ക് ഞാൻ തേങ്ങ തിരുമ്മി തന്നെ ആഡ് ചെയ്യുന്നത്. അതിന് എനിക്കൊന്നുകൂടെ ടേസ്റ്റ് തോന്നിയിട്ടുള്ള തേങ്ങയും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്നുകൂടെ അടച്ചു വെച്ചിട്ട് വേവിച്ച് കഴിയുമ്പോൾ നമ്മുടെ അടിപൊളി പാവയ്ക്ക മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. തോരൻ ഞാൻ വേറെ രീതിയിൽ വെക്കുന്നത്, അത് ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ. ഇതിൻ്റെ കൂടെ കോമ്പിനേഷൻ എന്താ അറിയാമോ, നല്ല മോരുകറി, പുളിശ്ശേരിയോ മോരുകറിയൊക്കെ ആയിട്ട് കോമ്പിനേഷൻ. എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു കോളേജിൽ പഠിച്ച അഞ്ജു അനിൽ, അവളെപ്പോഴും പറയും അവിടെ ഫേവറേറ്റ്സ് ആണ് പാവയ്ക്ക മെഴുക്കുവരട്ടി അതുപോലെ തന്നെ മോരുകറിയെന്ന്. ആ കോമ്പിനേഷൻ സത്യം പറഞ്ഞാൽ അന്ന് ഞാൻ ട്രൈ ചെയ്തിട്ടില്ലായിരുന്നു, പക്ഷേ ഇപ്പം ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നു അന്ന് എന്തുകൊണ്ട് ട്രൈ ചെയ്തത്. സൂപ്പർ സാധനം കേട്ടോ. പിന്നെ ഞാൻ ഒരു മീനെടുത്ത് ഒന്ന് വറുത്ത്
എടുക്കുന്നുണ്ട്. ഏറ്റവും ലോ ഫ്ലെയിമിൽ തിരിച്ച് മറിച്ചിട്ട് വറുത്തെടുക്കുന്നുണ്ട്. ജസ്റ്റ് മുളക് പൊടി, കുരുമുളക് പൊടി കൂടിയിട്ട് മഞ്ഞൾപ്പൊടി, ഉപ്പ് മാത്രം ഇട്ടിട്ടുള്ള. പിന്നെ ഒരാഡംബരത്തിന് കുറച്ച് ചമ്മന്തിയും കൂടി ഇരിക്കട്ടെ എന്ന് വെച്ചു. പിന്നെ എന്താ, കുഞ്ഞുള്ളിയും അതുപോലെ പച്ചമുളകും തേങ്ങയും പിന്നെ ഉപ്പും മുളക് പൊടിയും അതുപോലെ തന്നെ ചെറിയ കഷ്ണം പുളിയും കൂടെ ആഡ് ചെയ്ത് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമ്മൾ അരച്ചെടുക്കുക. ഞാൻ ഇച്ചിരി വെള്ളവും കൂടെ ആഡ് ചെയ്തു, കാരണം എൻ്റെ ഫ്രീസറിൽ ഇരുന്ന് തേങ്ങയുടെ തണുപ്പ് അത്ര മാറിയിട്ടില്ല. പിന്നെ എന്താ, ഉണ്ടി ഉരുട്ടി അവിടെ നമ്മുടെ ചമ്മന്തി വെച്ചു. ഇനി എന്താ, മോര് കാച്ചുക കേട്ടോ. അപ്പോൾ മോര് ഞാൻ സിമ്പിളായിട്ട് എന്താ, എണ്ണ ചൂടാകുമ്പം കുറച്ച് കടുകും അതുപോലെ തന്നെ ഉലുവയും അതുപോലെ ജീരകവും ഒക്കെ ഇട്ട് ഒന്ന് പൊട്ടിച്ച് കഴിയുമ്പോൾ അതിനകത്തിലേക്ക് വറ്റൽമുളക് കൂടി ഇടും, പിന്നെ മഞ്ഞൾപ്പൊടി ഇടും, പിന്നെ ഉപ്പിട്ട് അടിച്ചു വെച്ചിട്ടുള്ള മോരാട്ടോ അതും കൂടെ ആഡ് ചെയ്ത് ഇപ്പോഴാട്ടോ ഞാൻ കറിവേപ്പില ആഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവിടെ എല്ലാം എണ്ണ പൊട്ടി തെറിക്കും, അതുകൊണ്ട് മാത്രം. എന്നിട്ട് ഇതൊന്ന് ചൂടായാൽ മാത്രം മതി, ഇളക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ പിരിഞ്ഞു പോകും. അപ്പോൾ അതും ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മോര് കാച്ചി, അപ്പോൾ എനിക്ക് ഉപ്പ് ഇച്ചൂടെ വേണം തോന്നുന്നു, ഇച്ചൂടെ ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ മോര് കാച്ചിട്ട് റെഡിയായി. പിന്നെ മീൻകറി ഞാൻ ഓൾറെഡി തലേദിവസം വെച്ചിട്ടുണ്ട്, അതൊന്ന് ചൂടാക്കി എടുക്കുക. മീൻകറിയുടെ റെസിപ്പി ഞാൻ മുകളിലിട്ടേക്കാം, സാധാരണ എപ്പോഴും ഉണ്ടാക്കുന്ന പോലുള്ള മീൻകറി തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ചോറ് വിളമ്പുക കേട്ടോ. അപ്പോൾ ഏട്ടന് വേണ്ടിയിട്ടുള്ള ചോറാണ്. ഞാൻ ഈ ചോറ് ഇത്രയും വിളമ്പി വെക്കുന്ന എപ്പോഴും കാണിക്കുന്നത് ഏട്ടൻ്റെ പ്ലേറ്റിലായിരിക്കും എല്ലാ കൂട്ടാനും ഉള്ളത്, അതുകൊണ്ട് കേട്ടോ ആ പ്ലേറ്റ് എപ്പോഴും ഞാൻ കാണിക്കുന്നത്. അപ്പോൾ പലരും ചോദിക്കും ഞാൻ ഇത്രയും ചോറുണ്ണും, എൻ്റെ പ്ലേറ്റല്ല, ഞാൻ ഈ പ്ലേറ്റിലല്ല ഞാൻ സാധാരണ ഉണ്ണുന്നത്. അപ്പോൾ ഏട്ടന് വേണ്ടിയിട്ടുള്ള നമ്മുടെ പാലക്കാട് മട്ട റൈസ്, ഞാൻ റൈസ് വെക്കുന്ന കാണിച്ചില്ല, സാധാരണ പോലെ തന്നെ എപ്പോഴും വെക്കുന്നതും കാണിക്കുന്നതായിട്ട് കാണിക്കാൻ കേട്ടോ. അതുപോലെ പാലക്കാട് മട്ട റൈസും പാവയ്ക്ക മെഴുക്കുരട്ടിയും മീൻ വറുത്തതും അതുപോലെ തന്നെ ചമ്മന്തിയും പിന്നെ മീൻ കറി. ഇതെന്ന് പറഞ്ഞാൽ സിലോപ്പിയ മീനാട്ടോ, വറുത്തതും അത് തന്നെ, കറി വെച്ചതും അത് തന്നെ. അതിൻ്റെ ഒരു തലഭാഗം കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെന്താ, മോര് കാച്ചിയതും. ഇതിൻ്റെ കൂടെ അടമാങ്ങ എന്ന് വെച്ചാൽ ഉണക്കമാങ്ങ അച്ചാറും കൂടെ ഉണ്ടായിരുന്നു, അത് ഏട്ടന് വിളമ്പാൻ ഞാൻ മറന്നുപോയി. അത് പിന്നെ എനിക്ക് വിളമ്പിയപ്പോഴാട്ടോ ഞാൻ ഓർത്തത്, അത് ഞാൻ ഇതിനകത്തിൽ കാണിക്കുന്നില്ല. അപ്പോൾ 1 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഉച്ചക്കത്തെ ഫുഡും കഴിച്ചു. എൻ്റെ വിളമ്പുന്നത് കാണിച്ചില്ല എന്ന് പലരും പറയുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ അതും കാണിക്കുന്നുണ്ട്. എൻ്റെ പ്ലേറ്റിൽ ഇതൊക്കെ കാണത്തുള്ളൂ കേട്ടോ. എന്താ, മെഴുക്കുരട്ടിയും ചമ്മന്തിയും, ഇതാണ് അടമാങ്ങ അച്ചാറും പുളിശ്ശേരി. ഇത് ഭയങ്കര സൂപ്പർ കോമ്പിനേഷനാണ് കേട്ടോ. മീൻ ഉള്ളത് എനിക്കറിയത്തില്ല, പക്ഷേ എൻ്റെ പ്ലേറ്റിലുള്ള എല്ലാം സൂപ്പർ കോമ്പിനേഷനാണ്. ഇങ്ങനെ ട്രൈ ചെയ്യണേ. പിന്നെ ഒരു 3 മണിയായപ്പോൾ ഞങ്ങൾ മാങ്ങ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ കടയിലൊക്കെ പോയി, അങ്ങനെ കുറേയൊക്കെ ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ ഇന്നത്തെ ഫുഡ് വ്ലോഗ് മാത്രം കാണിക്കുന്നതുകൊണ്ടാട്ടോ, ഫുഡിൻ്റെ കാര്യം മാത്രം കാണിക്കുന്നത്. അത് കഴിഞ്ഞ് വൈകിട്ട് ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഇതൊക്കെ വൈകിട്ടത്തെ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു 6:45 ആയപ്പോഴത്തേക്ക് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ദോശയല്ല, ഊത്തപ്പം ആട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. ഇങ്ങനെയാണ് ഊത്തപ്പം ഉണ്ടാക്കുന്ന നേരത്തിൽ ഞാൻ ഇങ്ങനെയാണ് ഊത്തപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ ദോശമാവ് ഒരു ചെറിയ രീതിയിൽ കട്ടിയിൽ, ഇച്ചൂടെ നല്ല കട്ടിയിൽ പരത്താമെങ്കിൽ പരത്താം. ഞാൻ കുറച്ച് കട്ടി കുറവുണ്ട്, എന്നാൽ ഒരുപാട് നീർത്തതും അല്ലാത്ത രീതിയിൽ ചെയ്തിട്ട് അതിനകത്തിലേക്ക് സവാള, ക്യാരറ്റ്, ഇഞ്ചി, അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് ഇടാം, ഞാൻ പച്ചമുളക് ഇട്ടിട്ടില്ല. പിന്നെ ഇട്ടിട്ടുള്ളത് മല്ലിയില, ഇത്രയും കൂടെ ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്തെടുത്തു. അപ്പോൾ എന്തൊക്കെ, ക്യാരറ്റ്, സവാള, മല്ലിയില, ഇഞ്ചി, ഇത്രയും കൂടെ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു സൈഡിലേക്ക് നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അടച്ചു വെച്ചിട്ട് 1 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടേക്കണം കേട്ടോ, അതൊക്കെ ഒന്ന് സെറ്റാവാൻ. കുറച്ച് എണ്ണയും കൂടെ തൂക്കി കൊടുക്കുക, വീണ്ടും അടച്ചു വെക്കുക. അപ്പോൾ ഒരു സൈഡൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എടുക്കാം. പക്ഷേ എനിക്ക് 2 സൈഡും ഇങ്ങനെ തിരിച്ചിട്ടാലേ എനിക്കൊരു സമാധാനം, എനിക്ക് ടേസ്റ്റ് അപ്പോഴാണ് കൂടുതൽ തോന്നിയിട്ടില്ല. സാധാരണ ഊത്തപ്പാരം തിരിച്ചിടുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ തിരിച്ചിടും. അപ്പോൾ ഞാൻ തിരിച്ചു വിട്ടിട്ടുണ്ട്. അപ്പോൾ തിരിച്ചിടുമ്പോൾ കുറച്ച് അതിലൊക്കെ പറ്റിയിരിക്കും, എന്നാലും എനിക്കിത് ആണ് കൂടുതൽ ഇഷ്ടം, ഇങ്ങനെ 2 സൈഡും ആക്കിയെടുത്തേ. അപ്പോൾ ഞാൻ ദോശ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഏട്ടന് ഞാൻ ഇത് മീൻ തലയുടെ കൂടെ ആട്ടോ സെർവ് ചെയ്ത്. ഞാൻ പിന്നെ കുറച്ച് മുളക് ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ആക്ച്വലി ഞാൻ വീഡിയോ എടുക്കാതെ മറന്നു പോയിട്ടോ. ഒന്നുമില്ല, കുഞ്ഞുള്ളിയും ഉപ്പും അതുപോലെ മുളക് പൊടിയും എണ്ണയും കൂടെയുള്ള ആ ചമ്മന്തി. തേങ്ങാ ചമ്മന്തി ഉണ്ടെങ്കിൽ അതൊന്നുകൂടെ ടേസ്റ്റ് ആട്ടോ. എനിക്കതൊന്നും ഉണ്ടാക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണാം. അതുവരേക്കും ബൈ.